സുഹൃത്തുക്കളെ, ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈസ്മാൻ റെജി. ഞാൻ വൈസ്മാൻസ് ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഗ്ലോക്കലിൻ്റെ ഒരു മെമ്പറാണ്. ഇന്ന് ട്രിവാൻഡ്രം ഗ്ലോക്കൽ ആയിരിക്കുന്ന ഡിസ്ട്രിക്ട് 2-ൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ ഇൻസ്റ്റലേഷനാണ്, ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ സ്പെസിഫിക്കായിട്ട് 2 പ്രോജക്ട്സ് ഉണ്ട്. അതായത് വിമൻ എംപവർമെൻറ്റും പിന്നെ നമ്മുടെ ഗോ ഗ്രീൻ ഇനീഷ്യേറ്റീവും. അല്ലാതെ റീജിയൻ്റെ ആയിട്ടുള്ള 2 പ്രോജക്റ്റുകൾ കെയർ ദ ഏജ്ഡും ഡ്രഗ് അബ്യൂസാണ്. അപ്പോൾ ഈ 4 ഇതിനെപ്പറ്റി ഒരു ഹൈ ലെവലിലൊന്ന് പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പ്രായമുള്ളവരെ കരുതുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാര്യം പഴുത്തല കൊഴിയുമ്പോൾ പച്ചില ചിരിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പിന്നീട് ഈ പഴുത്തല ആവാനുള്ളതാണ്. പ്രായമുള്ളവരെ കരുതാൻ വേറെ ആരും ഇല്ല. അവരുടെ നല്ല പ്രായത്തിൽ നമ്മളെ കരുതിയവരാണ്. ഇപ്പം ഞാനും വാർദ്ധക്യത്തിൻ്റെ തുടക്കത്തിലേക്കാണ്. പല അവസരങ്ങളും എൻ്റെ മക്കളെന്നെ കരുതുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നും. അത് ഒരു പരിധിവരെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ കരുതുന്ന കണ്ടിട്ടുമായിരിക്കും. എന്തായാലും അതൊന്ന്. പിന്നെ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ഘോരമായ ഒരു വിപത്ത് തന്നെയാണ്. ഞാൻ ഇതിൽ നിന്ന് മോചനം കിട്ടിയ ചില ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം ദുഃഖകരമായ സാഹചര്യമാണ് അവർ അതിൽ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കുകയെന്ന് നമുക്ക് വഴിയുള്ളൂ. പക്ഷേ ഒരിക്കൽ പോലും അത് ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ ഭാഗ്യകരമായൊരു നിമിഷമാണ്. നല്ല മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നല്ല ബന്ധുമിത്രാദികൾക്കുമുള്ള ഒരു സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്ന പോലെയാണത്. പിന്നെ ഉള്ളത് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരണം. ഒരിക്കലും സ്ത്രീകൾ പുരുഷന്മാരെ ആശ്രയിച്ചായിരിക്കരുത്. അത് എൻ്റെ കാര്യത്തിൽ വളരെയധികം ഞാൻ എൻ്റെ വൈഫൊക്കെ ഡ്രൈവിംഗ് പഠിക്കണം, ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യണം, ഇൻഡിപെൻഡൻ്റായിട്ട് തോട്ട്സ് ഉള്ളവളായിരിക്കണം. തുണി മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു സാധനം മേടിക്കാനോ ഭർത്താവിനെ ആശ്രയിച്ചിരിക്കേണ്ട കാര്യമില്ല. അഹങ്കാരം കാണിക്കണം എന്നല്ല പറയുന്നത്, ഒരു ഇൻഡിവിജ്വാലിറ്റി. അതിൻ്റെ ഒരു പീക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥാപനം ഓടിക്കുക, ഇഷ്ടംപോലെ ഡൈനാമിക്കായിട്ടുള്ള നമുക്ക് ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള എക്സാമ്പിൾസ് ഉള്ളതാണ്. പിന്നെ എത്രയോ വിമൻ എംപവേർഡ് ബിസിനസ്മെന്നൊക്കെ ഉണ്ട്. എത്രയോ പേര് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് സ്പോർട്സിലൊക്കെ എന്ത് നല്ല രീതിയിൽ പ്രശോഭിക്കുന്നു. അതൊരു വളരെ നല്ല കാര്യമാണ്. പിന്നെ ഗോ ഗ്രീൻ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഈ വിഷം കലർന്ന പച്ചക്കറികൾ കഴിച്ച് നമുക്ക് മടുപ്പായില്ലേ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ നമ്മൾ മേടിക്കുന്ന പച്ചക്കറികളിലൊക്കെ വിത്തുകളൊക്കെ ഇട്ടാൽ തന്നെ കിളിച്ച് വരും. അല്ലെങ്കിൽ നമുക്ക് കമ്പോളത്തിൽ നിന്നൊക്കെ മ്യൂസിയത്തിൽ നിന്നൊക്കെ കിട്ടും. ചെറിയ ചട്ടിയിലൊക്കെ നട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തന്നെ മുട്ടത്തോടും ചായപ്പൊടിയും പഴുത്തൊലിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ അതൊന്ന് സംസ്കരിച്ച് കുറച്ച് ദിവസം വെച്ച് വേസ്റ്റാക്കി തന്നെ ഇടാം. അതിൽ കൂടെ കിട്ടുന്ന ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഒരു 75% വീട്ടിലേക്കുള്ള പച്ചക്കറി ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അത് വലിയ കൃഷിയൊന്നും ചെയ്തിട്ടല്ല, ഒരു 10-25 ചട്ടിയേ ഉള്ളൂ. ഒരു ദിവസം ഒരു 4 മുളക് കിട്ടും, 4 വെണ്ടയ്ക്ക കിട്ടും, 4 കോവയ്ക്ക കിട്ടും, 4 പയർ കിട്ടും, തക്കാളി ഇടയ്ക്ക് കിട്ടും, കത്തിരിക്ക കിട്ടും. ഇതൊക്കെ മതി. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് ഈസിലി നമ്മുടെ കാര്യങ്ങൾ നടക്കും. പിന്നെ അല്ലാതെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റംസ്, പേരയ്ക്ക കിട്ടുന്നുണ്ട്, സപ്പോട്ടയ്ക്ക കിട്ടുന്നുണ്ട്, മാങ്ങ, ചക്ക, ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഞുള്ളിയും പറക്കിയും കിട്ടുന്നതുകൊണ്ട് നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ 4 പ്രോജക്ട്സും നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. ഈ ടീമിന് പ്രത്യേകിച്ച് ഉണ്ണിച്ചേട്ടൻ, പിന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് 2-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിച്ചേട്ടൻ, സാം മോസസ് ചേട്ടൻ, ജയകുമാർ ചേട്ടൻ, 3 പേരും നമ്മുടെ സ്വന്തം ഡിസ്ട്രിക്ട് ഗവർണർ, സോണൽ ഡയറക്ടർ ആൻഡ് റീജിയണൽ ഡയറക്ടറാണ്. അപ്പം വളരെയധികം ഡിസ്ട്രിക്ട് 2-ന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇയറാണ്. ഈ 3 പേരും നല്ല നേതാക്കന്മാരാണ്. എല്ലാവർക്കും നല്ല ഭാവങ്ങളും ഒരു വൈസ് ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് വൈസ്ഡം.